അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇനി ദമീർ മുത്തസിൽ നോക്കാം. ദമീർ മുൻഫസിൽ നമ്മൾ നോക്കി. ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന, അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന, അന നഹ്നു. ഇനി ദമീർ മുത്തസിൽ നോക്കാം ഇൻഷാ അല്ലാഹ്. അത് ഇസ്മിനോടോ ഫീലിനോടോ ചേർത്തിട്ട് എഴുതാം. ഇങ്ങനെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹു ഹുമാ ഹും, ഹാ ഹുമാ ഹുന്ന എന്ന് എഴുതിയത്. ശരിക്കും ഈ ദമീറുകൾ ഒരു ഇസ്മിനോടോ ഒരു ഫീലിനോടോ ഒരു ഹർഫിനോടോ ചേർത്തിട്ടായിരിക്കും. അപ്പോൾ ദമീർ മുത്തസിൽ ഹു അവൻ എന്ന് പറയുകയാണെങ്കിൽ ഹു. അപ്പോൾ അതൊരു ഇസ്മിനോട് ചേർക്കുമ്പോൾ കിതാബുഹു അവൻ്റെ പുസ്തകം എന്നാവും. കിതാബുഹു അവൻ്റെ പുസ്തകം. മുലാഫിലെ ഇന്ത്യ എന്നർത്ഥം വരുന്നതുണ്ടോ. കിതാബുഹു അവൻ്റെ പുസ്തകം. അതിന് ഇസ്മിനോട് ചേർത്തിട്ടാണ് ഉണ്ടാകുക. അല്ലെങ്കിൽ ഫീലിനോട് ചേർത്തിട്ട് ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കും. അല്ലെങ്കിൽ ഹർഫിനോട് ചേർത്തിട്ട് ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കും. അപ്പോൾ ഹു എന്ന് പറഞ്ഞാൽ അവൻ, ഹുമ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർ. ഇതെല്ലാം ഗായിബാണ്, നേരെ മുന്നിലില്ലാത്ത. ഹുമ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർ. അപ്പോൾ ദമീർ പിന്നെ മുൻഫസിലും നോക്കൂ, ഹുമ തന്നെ പറയാം. സോ ദമീർ മുൻഫസിൽ സ്വതന്ത്രമായി എഴുതുന്നതാണ്. ദമീർ മുത്തസിൽ ചേർത്ത് എഴുതുന്നതാണ്. അപ്പോൾ ഹുമ കിതാബ് ഹുമ അവർ രണ്ടുപേരുടെ പുസ്തകം. ഇവിടെയെന്ന് വന്നാണ്ടോ. അപ്പോൾ മുലാഫിലെ കിതാബ് ഹുമ അവർ രണ്ടുപേരുടെ പുസ്തകം. ഇതെല്ലാം കുറേ ഉദാഹരണങ്ങൾ വരും, വാക്യങ്ങൾ വരും. ഓക്കെ, അപ്പം നമ്മൾ അത് കൂടുതൽ ഇൻഷാ അല്ലാഹ് പഠിക്കും, മനസ്സിലാക്കും. പിന്നെ ഹും അവർ കുറേ പേർ, പുരുഷന്മാർ. അപ്പോൾ കിതാബ് ഹും അവർ കുറേ പേരുടെ പുസ്തകം. ദമീർ മുൻഫസിലും ഹും തന്നെയാണ്. അവർ എന്ന് പറയാം. അപ്പോൾ മുൻഫസിൽ സ്വതന്ത്രമായി എഴുതാം ഹും. ദമീർ മുത്തസിൽ ചേർത്തിട്ട് എഴുതാം കിതാബു ഹും അവരുടെ പുസ്തകം. പുരുഷൻ അവർ കുറേ പുരുഷന്മാരുടെ പുസ്തകം. ഓക്കെ, അപ്പോൾ ഹുമയും ഹുമ്മും ദമീർ മുൻഫസിലായാലും ദമീർ മുത്തസിലായാലും ഹുമ തന്നെ പറയാം. രണ്ടുപേർക്ക് അവർ രണ്ടുപേർക്ക്, കുറേ പേർക്ക് ഹും. ഇനി ഗായിബിൽ തന്നെ മുഅന്നസ് നോക്കൂ. ദമീർ മുൻഫസിലായപ്പോൾ ഹിയ എന്നായിരുന്നു. പക്ഷേ ദമീർ മുത്തസിലായപ്പോൾ ഹ, അവൾ എന്ന് പറയാം. അപ്പോൾ കിതാബുഹ അവളുടെ പുസ്തകം. കിതാബുഹ അവളുടെ പുസ്തകം. ഇനി ദമീർ മുത്തസിലായാലും ദമീർ മുൻഫസിലായാലും ഹുമ അവർ രണ്ടുപേരുടെ, അവർ രണ്ട് സ്ത്രീകളുടെ ഹുമ. ഇനി കുറേ പേരാണെങ്കിലോ അവർ കുറേ പേരുടെ, അവർ കുറേ സ്ത്രീകളുടെ ഹുന്ന. അപ്പോൾ ദമീർ മുത്തസിലാവും എങ്ങനെ എഴുതാം? കിതാബു ഹുന്ന അവർ കുറേ സ്ത്രീകളുടെ പുസ്തകം, അവർ കുറേ സ്ത്രീകളുടെ പുസ്തകം. ഇങ്ങനെ ഈ ദമീർ മുത്തസിൽ ഇസ്മിനോട് ചേർന്നാൽ അതെപ്പോഴും മുലാഫിലി ആയിരിക്കും. അതിൻ്റെ അർത്ഥം ഇൻ്റെന്നോ ജുഡേന്നോ ആയിരിക്കും. ബാറക്കല്ലാഹു ഫീക്കും. ഇനി മുഖാത്തബ് നോക്കാം. നേരെ മുന്നിൽ സംസാരിക്കുന്ന മുൻഫസിലായപ്പോൾ അൻത അൻതുമ അൻതും എന്നായിരുന്നു. ഇനി മുത്തസിലാവുമ്പം കാ കുമ ഖും. കാ എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ, കുമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേർ പുരുഷന്മാർ, ഖും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ പേർ പുരുഷന്മാർ. ഓക്കെ, അപ്പോൾ ദമീർ മുത്തസിൽ. അപ്പോൾ കിതാബുക നിൻ്റെ പുസ്തകം, കിതാബുക്കുമ നിങ്ങൾ രണ്ടുപേരുടെ പുസ്തകം, കിതാബുക്കും നിങ്ങൾ കുറേ പേരുടെ പുസ്തകം. ബാറക്കല്ലാഹു ഫീക്കും. ഇനി സ്ത്രീയാണെങ്കിലോ ദമീർ മുൻഫസിലാണെങ്കിൽ അൻതി അൻതുമ അൻതുന്ന. അത് മുത്തസിലാണെങ്കിലോ കി കുമ കുന്ന, കി കുമ കുന്ന. കി നിൻ്റെ പുസ്തകം, കിതാബുക്കി നീ ഒരു സ്ത്രീയുടെ പുസ്തകം, കിതാബുക്കുമ നിങ്ങൾ രണ്ട് സ്ത്രീകളുടെ പുസ്തകം, കിതാബുക്കുന്ന നിങ്ങൾ കുറേ സ്ത്രീകളുടെ പുസ്തകം. എല്ലാം മുലാഫിലിയാണ്, എല്ലാം മുലാഫിലിയാണ്. പിന്നെ ഇനി മുത്തക്കല്ലിം ഞാൻ ഞങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ദമീർ മുൻഫസിൽ അന നഹ്നു ആയിരുന്നു. ഇനി ദമീർ മുത്തസിലാണെങ്കിലോ കിതാബി എൻ്റെ പുസ്തകം, കിതാബുന ഞങ്ങളുടെ പുസ്തകം. ആണായാലും പെണ്ണായാലും കിതാബി എന്നാണ് പറയാം. ഒരാണിന് എൻ്റെ പുസ്തകം എന്ന് പറയുകയാണെങ്കിൽ കിതാബി, ഒരു പെണ്ണിന് എൻ്റെ പുസ്തകം എന്ന് പറയുകയാണെങ്കിൽ കിതാബി.
ഇനി സ്ത്രീകളായാലും പുരുഷന്മാരായാലും കിതാബുന, ഞങ്ങളുടെ പുസ്തകം എന്ന് പറയുകയാണെങ്കിൽ കുറേ സ്ത്രീകൾ പറയുകയാണെങ്കിൽ കിതാബുന ഞങ്ങളുടെ പുസ്തകം, കുറേ പുരുഷന്മാർ പറയുകയാണെങ്കിലും കിതാബുന ഞങ്ങളുടെ പുസ്തകം. ഓക്കെ, അപ്പോൾ ഇതാണ് ലമീർ മുത്തസിൽ. അപ്പോൾ ലമീർ മുത്തസിൽ വേറൊന്ന് ശ്രദ്ധിക്കേണ്ടത്, മുഹാത്തബിൽ ആണായാലും പെണ്ണായാലും കുമ. മുഹാത്തബിൽ ആണായാലും പെണ്ണായാലും നിങ്ങൾ രണ്ടുപേരെന്ന് പറയണമെങ്കിൽ കുമ. ഓക്കെ, കിതാബു കുമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ട് പുരുഷന്മാരുടെ പുസ്തകമാകാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് സ്ത്രീകളുടെ പുസ്തകമാകാം. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. ഇതെല്ലാം ആവർത്തിച്ച് പഠിക്കും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ലമീറുകളും മബിനിയാണ്. എല്ലാ ലമീറുകളും ലമായർ എന്നാണ് ബഹുവചനം. ലമീറിൻ്റെ ബഹുവചനം ലമായർ, മബിനിയാണ്. ഇനി ലമീർ മുംഫസിൽ മബിനിയാണ്, പക്ഷെ എപ്പോഴും മർഫു ആയിരിക്കും. അത് മജ്റൂറിൻ്റെ സ്ഥാനത്തോ മൻസൂബിൻ്റെ സ്ഥാനത്തോ വരില്ല. ഇൻഷാ അല്ലാഹ് ഉദാഹരണങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലമീർ മുംഫസിൽ എപ്പോഴും മർഫു ആയിരിക്കും. അത് മൻസൂബോ മജ്റൂറോ ആവില്ല. ഇനി ലമീർ മുത്തസിലാണെങ്കിലോ, ലമീർ മുത്തസിൽ അത് മജ്റൂറാകും മൻസൂബാകും, പക്ഷെ മർഫു ആവില്ല. ലമീർ മുംഫസിൽ മർഫു ആവും. ഹുവ ഹുമാ ഹുമ്മൊക്കെ മർഫു ആണ്, എപ്പോഴും മബിനിയാണ്, പക്ഷെ മർഫു ആണ്. മർഫുവിൻ്റെ സ്ഥാനത്താണ് എപ്പോഴും വരാം. ലമീർ മുത്തസിലോ അത് മർഫുവിൻ്റെ സ്ഥാനത്ത് വരില്ല, ഒന്നുകിൽ മജ്റൂറിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ മൻസൂബിൻ്റെ സ്ഥാനത്ത്. മൻസൂബ് ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നെ പഠിക്കും. ബാറക്കല്ലാഹു ഫീക്കും. ഇവിടെ ഇസ്മിൻ്റെ കൂടെ വരുമ്പം നമ്മളൊരു ഉദാഹരണം പഠിച്ചു, കിതാബുഹു. ഇസ്മിൻ്റെ കൂടെ ചേരുകയാണ് ലമീർ മുത്തസിൽ. ആ ഹൂ എന്നുള്ള ലമീർ മുത്തസിൽ ഇസ്മായ കിതാബിൻ്റെ കൂടെ ചേരുമ്പോൾ കിതാബുഹു, അപ്പോൾ അവൻ്റെ പുസ്തകം. അപ്പോൾ മുലാഫിലിയാണെന്ന് പറഞ്ഞു. മുലാഫിലി എപ്പോൾ എന്താണ്? മജ്റൂറാണ്. അപ്പോൾ ഈ ഹൂ എന്താ? മബിനിയാണ്, മജ്റൂറിൻ്റെ സ്ഥാനത്താണ്. കാരണം കിതാബുഹു അവൻ്റെ പുസ്തകം. കിതാബ് മുലാഫ്, ഹു മുലാഫിലി മജ്റൂർ. കണ്ടോ? അപ്പോൾ ഈ ലമീർ മുത്തസിൽ എന്താകുക? ഇവിടെയൊക്കെ നമ്മൾ പഠിച്ച ഈ ഉദാഹരണത്തിലൊക്കെ, കിതാബുമായിട്ട് പഠിച്ച ഉദാഹരണങ്ങളൊക്കെ മജ്റൂറാകാണ്. അപ്പോൾ കിതാബുഹു അവൻ്റെ പുസ്തകം, കിതാബുഹുമ അവർ രണ്ടുപേരുടെ പുസ്തകം, എല്ലാം മുലാഫിലിയാണ്. ലമീർ മുത്തസിൽ ഇസ്മിനോട് ചേരുമ്പം അതെന്താണ്? മുലാഫിലി. കിതാബുഹും അവർ കുറേ പേരുടെ പുസ്തകം, അപ്പോൾ കിതാബ് മുലാഫ്, ഹും മുലാഫിലി മജ്റൂർ. അപ്പോൾ മജ്റൂറിൻ്റെ സ്ഥാനത്താണ് വരുന്നത്. ഇത് മർഫു ആവില്ല, മൻസൂബാകും. ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കും. കിതാബുഹ അവളുടെ പുസ്തകം, ഉടേന്നർത്ഥം വന്നു. അപ്പോൾ കിതാബ് മുലാഫ്, ഹ മുലാഫിലി മജ്റൂർ. കാരണം നമുക്കറിയാം മുലാഫിലി എപ്പോഴും മജ്റൂറാണ്. പക്ഷേ ഇതെല്ലാം മബിനിയാണ്, അതുകൊണ്ട് കസറിൻ്റെ അടയാളം കാണണമെന്നില്ല. ഇനി കസറിൻ്റെ അടയാളം കണ്ടാൽ തന്നെ അത് മജ്റൂറായതുകൊണ്ടല്ല, അത് മബിനിയാണ്, പക്ഷെ അത് ഇവിടെ മുലാഫിലി മജ്റൂറായിരിക്കും. ഉദാഹരണം എടുക്കൂ, കിതാബുക്കി, ഇവിടെ കസറാണ്. ഓക്കെ, പക്ഷെ ഇത് മബിനിയാണ്, മാറില്ല. പക്ഷെ കിതാബുക്കി എന്ന് പറയുമ്പോൾ നിൻ്റെ പുസ്തകം, നീ ഒരു സ്ത്രീയുടെ പുസ്തകം. അപ്പോൾ കിതാബ് മുലാഫ്, കി മുലാഫിലെ മജ്റൂർ. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇതാണ് ലമീർ മുൻഫസിലും ലമീർ മുത്തസിലും. അപ്പോൾ ലമീർ മുത്തസിൽ ഏതൊക്കെ? ഹൂ ഹുമാഹും, ഹാ ഹുമാഹുന്ന, കാ കുമാക്കും, കീ കുമാക്കുന്ന, യാ മുത്തക്കല്ലിം ന. നമ്മൾ ഇൻഷാ അല്ലാഹ് കുറേ ഉദാഹരണങ്ങൾ പഠിക്കും, വാക്യങ്ങൾ പഠിക്കും, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ അവസാനമായിട്ട് ഒന്നും കൂടി ലമീർ മുൻഫസിൽ നോക്കാം. ഹുബാ ഹുമാഹും, ഹിയാ ഹുമാഹുന്ന, അന്ത അന്തുമ അന്തും, അന്തി അന്തുമ അന്തുന്ന, അന നഹനു. അതിന് ലമീർ മുത്തസിൽ നോക്കാം. ഹൂ ഹുമാഹും, ഹാ ഹുമാഹുന്ന, കാ കുമാക്കും, കീ കുമാക്കുന്ന, യാ മുത്തക്കല്ലിം ന. ബാറക്കല്ലാഹു ഫീക്കും.